Hi friends, Texacity മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ ടോപ്പിക്കാണ് കാർബറേറ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലും മെക്കാനിക്കലിലും എല്ലാം വരുന്ന ഒരു കോമൺ ടോപ്പിക്കാണ് കാർബറേറ്റർ എന്ന് പറയുന്നത്. സ്പെസിഫിക്കലി നമ്മൾ എന്താണ് AMVAയിലും അല്ലെങ്കിൽ മോട്ടോർ ഇൻസ്പെക്ടർ ഇതിൽ വരുന്ന കോമൺ എന്താണ് സിലബസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കാർബറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കാർബറേറ്റർ. അപ്പോൾ നമുക്ക് ബേസിക് സയൻസ് എന്താണ്, ഫ്യൂൽ പ്ലസ് എയർ ആണ് മോഷൻ എന്നാണ് നമ്മൾ ആ ഒരു സയൻസ് ആണ് നമ്മുടെ വെഹിക്കിളിൽ എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. അല്ലെ, കാർ ആയാലും ട്രക്ക്, ബസ്, എന്തായാലും നമ്മൾ ഫ്യൂൽ വിത്ത് റൈറ്റ് എമൗണ്ട് ഓഫ് എയർ മിക്സ് ചെയ്ത് അതിനെ നമ്മൾ മെറ്റൽ സിലിണ്ടർ അതിൽ ബേൺ ചെയ്യുന്നു, അല്ലെ, എഞ്ചിൻ ബേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ മോഷൻ ഉണ്ടാകുന്നത്, അല്ലെ, ഇതിനും എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. സോ exactly how much fuel and air an engine needs varies from moment to moment. അത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ റണ്ണിങ്ങിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് പോകണം, ഇതെല്ലാം ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം മോഡേൺ എൻജിൻസിലാണെങ്കിൽ നമുക്കറിയാം ഇതൊക്കെ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് സിസ്റ്റം ആണ് ഇപ്പോൾ നമ്മളുടെ വാഹനങ്ങളിലെല്ലാം ഉള്ളത്. അത് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയും, അല്ലെ. അപ്പോൾ ഇത് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഡിവൈസസ് ആണ് ഇന്ന് നമ്മുടെ വാഹനങ്ങളിലുള്ളത്. പക്ഷെ ഇതിനൊക്കെ മുൻപ് ഫസ്റ്റ് നമ്മൾ എൻജിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എയർ ഫ്യൂൽ മിക്സർ സിസ്റ്റമാണ് നമ്മൾ കാർബറേറ്റർ എന്ന് പറയും. ചില രാജ്യങ്ങൾ ഇതിനെ ഷോർട്ട് ഫോമിൽ കാർബ് എന്ന്, ഓസ്ട്രേലിയയിലൊക്കെ കാർബി എന്നൊക്കെ പറയും. അപ്പോൾ കാർബറേറ്റേഴ്സ്. അപ്പോൾ നമുക്കറിയാം എൻജിൻസ് എന്ന് പറയുന്ന മെക്കാനിക്കൽ തിങ്സ് ആണ്. അപ്പോൾ അത് കെമിക്കൽ കൂടെയാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്തൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ വെൻ യു ബേൺ ഫ്യൂൽ ഇൻ എയർ റിലീസ് ചെയ്യുന്നു, ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നു, അല്ലെ. അപ്പം എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ അതിനെ ബേൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ. ഇപ്പൊ ഏത് കമ്പസ്റ്റനായാലും ശരി അവിടെ എന്തുണ്ടാവണം, എയറും ഉണ്ടായിരിക്കണം, ഫ്യൂൽ ഉണ്ടായി. അതിപ്പോ ഒരു ക്യാമ്പ് ഫയർ ആണെങ്കിലും ശരി, ഒരു ഫർണസ് ആണെങ്കിലും ശരി, അല്ലെ, ഇതിനെല്ലാത്തിന്റെ അകത്തും എയർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫ്യൂൽ ഉണ്ടായിരിക്കും. അപ്പോൾ തിയറിറ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാർ എഞ്ചിന് 14.7 times മോർ എയർ ദാൻ ഫ്യൂൽ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ മിക്സ്ചറിനെ പറയുന്നത് സോഷ്യോമെട്രിക് മിക്സ്ചർ എന്നാണ് പറയുന്നത്. അതായത് 94% എയറും 6% ഫ്യൂൽ. ഇതാണ് നമ്മൾ തിയറിറ്റിക്കലി പറയുന്നത്. ഇൻ പ്രാക്ടീസ് റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ദിസ് റേഷ്യോ ഇസ് യൂസ്വലി അറൗണ്ട് 14.7 parts ഓഫ് എയർ ടു 1 part ഓഫ് ഫ്യൂൽ. ഇതാണ് തിയറിറ്റിക്കലി പറയുന്നത്. അതായത് ഇപ്പോൾ ടു മച്ച് എയറും നോട്ട് ഇനഫ് ഫ്യൂലും ആണെങ്കിൽ അതിനർത്ഥം എൻജിൻ ബേൺസ് ലീൻ എന്നാണ് പറയുന്നത്. നമ്മൾ LEAN. Too much air and not enough fuel means an engine burns lean. ഇനി ഫ്യൂൽ കൂടുതലാണ്, എയർ കുറവാണെങ്കിൽ നമ്മൾ അതിനെ പറയും ബേണിംഗ് റിച്ച് എന്ന് പറയും. ടു മച്ച് ഫ്യൂൽ ആൻഡ് നോട്ട് ഇനഫ് എയർ ഈസ് കോൾഡ് ബേണിംഗ് റിച്ച്. ദെൻ ഹാവിംഗ് സ്ലൈറ്റ്ലി ടു മച്ച് എയർ വിൽ ഗീവ് ബെറ്റർ ഫ്യൂൽ എക്കോണമി. അതായത് സ്ലൈറ്റ്ലി ലീൻ മിക്സർ ആണെങ്കിൽ നമ്മൾ ബെറ്റർ ഫ്യൂൽ എക്കോണമി എന്ന് പറയും. While having slightly too little, അതായത് സ്ലൈറ്റ്ലി റിച്ച് മിക്സറിനെ നമ്മൾ വിൽ ഗീവ് ബെറ്റർ പെർഫോമൻസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇത് എഞ്ചിന്റെ ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പം നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 14.7 parts തിയറിറ്റിക്കലി പറയുന്നതാണെങ്കിൽ 14.7 parts ഓഫ് എയർ ടു 1 part ഓഫ് ഫ്യൂൽ. ഇതാണ് ആ മിക്സറിനെ നമ്മൾ പറയുന്നത് സോഷ്യോമെട്രിക് മിക്സർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്, അല്ലെ. ഗ്യാസോലിൻ എൻജിൻസ്, നമ്മൾ സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ഡിസൈൻ ചെയ്തൊക്കെ എങ്ങനെയാണ്? ഇറ്റ്സ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് എക്സാക്ട്ലി റൈറ്റ് എമൗണ്ട് ഓഫ് എയർ സോ ദി ഫ്യൂൽ ബേൺസ് പ്രോപ്പർലി, അല്ലെ. കറക്റ്റ് എമൗണ്ട് ഓഫ് എയർ ഫ്യൂലുമായിട്ട് മിക്സ്ചർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിന്റെ ബേണിംഗ് നടക്കുന്നു, അല്ലെങ്കിൽ കമ്പസ്റ്റിംഗ് നടക്കുന്നു. അപ്പൊ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷണലിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എയർ ഫ്യൂൽ മിക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലെവർ മെക്കാനിക്കൽ ഡിവൈസ് ആണ് കാർബറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഇതാ 1886 എഞ്ചിന് വേണ്ടിയിട്ട് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഫേമസ് ആയത് നമ്മുടെ
കാൾ ബൺസ്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു എന്താണ് പേറ്റന്റഡ് വെർഷൻ 1888 നമ്മൾ കണ്ടുപിടിക്കുകയും അത് ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്, ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് പിന്നെ അങ്ങോട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം ബേസിക്കലി എന്താണ് കാർബറേറ്റർ നോക്കുകയാണെങ്കിൽ എന്താണ് കാർബറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് മിക്സസ് എയർ ആൻഡ് ഫ്യൂൽ ഫോർ ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻസ് ഇൻ ദ പ്രോപ്പർ എയർ ഫ്യൂൽ റേഷ്യോ ഫോർ കമ്പസ്റ്റിംഗ്. ഇതാണ് കാർബറേറ്റർ എന്ന് പറയുന്ന ഡിവൈസിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഇതാണ് നമുക്ക് ഒരു പാർട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാർബറേറ്ററിന്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡിസൈന് എന്താണ് വലിയ കോംപ്ലക്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും എന്താണ് ഒരു സിമ്പിൾ കാർബറേറ്ററിന്റെ ഒരു ക്രോസ് സെക്ഷണൽ ഡിവൈസ് ആണ്. ഒരു ലാർജ് വെർട്ടിക്കൽ പൈപ്പ് കണ്ടല്ലോ, പൈപ്പ് അത് എൻജിൻ സിലിണ്ടറിന്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ, എൻജിൻ സിലിണ്ടറിന്റെ മുകളിലായിട്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഇൻലെറ്റ് എയർ. നമുക്ക് ഇതിന്റെ താഴെയാണ് എൻജിൻ സിലിണ്ടറിന്റെ ഓപ്പണിംഗ് വരുന്നത്. സോ ഹൊറിസോണ്ടൽ ഫ്യൂവൽ പൈപ്പ് ജോയിൻഡ് ഓൺ വൺ സൈഡ്, ഇതാണ് നമ്മുടെ ഫ്യൂവൽ പൈപ്പ് വരുന്ന സ്ഥലം. അപ്പൊ ഫ്യൂവൽ ഇവിടെ ഒരു ഫ്ലോട്ട് വാൽവ് ഉണ്ട്, അതിലൂടെ ഫ്ലോട്ട് ടാം വെച്ചിട്ട് നമുക്ക് കണ്ടത് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ചേംബർ ആണ് അല്ലെ, ഒരു ഫ്ലോട്ട് ചേംബറിന്റെ അകത്താണ് ഈ ഫ്യൂവൽ വന്ന് കിടക്കുന്നത്. ഓക്കെ, ഈ ഫ്ലോട്ടിന്റെ എന്താണ് ഫ്ലോട്ടിൽ നിന്നും താഴോട്ട് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്യൂവൽ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഫ്ലോട്ട് വാൽവ് തുറന്ന് ആവശ്യമുള്ള ഫ്യൂവൽ എന്ത് ചെയ്യുന്നു, നിറയുന്നു. നിറഞ്ഞു കഴിയുമ്പോൾ ഈ ഫ്ലോട്ട് പൊങ്ങുന്നു അല്ലെ, നമ്മുടെ ടാങ്കിലൊക്കെ കാണുന്ന പോലെ ഫ്ലോട്ട് പൊങ്ങുന്നു. ഫ്ലോട്ട് പൊങ്ങുമ്പോൾ ഈ ഫ്ലോട്ട് വാൽവ് അടയുന്നു. അപ്പൊ അത് എന്താണ് ഈ ചേംബറിന്റെ അകത്ത് എപ്പോഴും ഒരു റൈറ്റ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ എന്താണ് കെട്ടി ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ്, ഫ്ലോട്ട് വാൽവും ഫ്ലോട്ട് ടാമും ഈ ഫ്ലോട്ടൊക്കെ ഉള്ളൊരു എന്താണ് ഒരു മെക്കാനിസം ഉള്ളത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ വേറൊരു എന്താണ് എയർ ക്ലീനർ ഉണ്ട്, നമ്മൾ ഫിൽറ്റർ എന്ന് പറയും, അതുണ്ട്. രണ്ട് സൈഡിലും ഇതിന്റെ ഓപ്പണിംഗ് ഉണ്ട്. അതിന് നമ്മൾ എന്താണ് ഇതിനെ പറയും, ഇവിടത്തെ ഉള്ള എയറിന്റെ ഇൻലെറ്റിലുള്ളതിന് നമ്മൾ ചോക്ക് വാൽവ് എന്ന് പറയും, ഇതിനെ ത്രോട്ട് വാൽവ് എന്നും പറയും. ഓക്കെ, ഇനി ഈ എയർ വന്നതിന് ശേഷം ഇത് നടുക്കൊരു ഇവിടെ ഒരു കിങ് ഉണ്ട്. കിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡയമീറ്റർ. ആ ഒരു കിങ്ഡ് സെക്ഷൻ ഉണ്ട്. ആ കിങ്ഡ് സെക്ഷനെ വെഞ്ചുരി എന്ന് പറയും, വെഞ്ചുരി. ഓക്കെ, അപ്പോൾ അത് ഇപ്പം പിന്നെ വേറെ എന്താ ചോക്ക് വാൽവ്, ജെറ്റ് എന്ന് പറയുന്നത് ഫ്യൂവല് ഈ എന്താണ് ഈ ഒരു ചേംബറിലേക്ക് അല്ലെ, ഈ ഒരു എന്താണ് ഈ ഒരു കിങ് വെഞ്ചുരിയിലേക്ക് വരുന്ന ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആ ഒരു എന്താണ് പാസേജിനാണ് നമ്മൾ ജെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മുകളിൽ എന്തുണ്ട്, മുകളിൽ രണ്ട് സ്വെല്ലിങ് ചെയ്യുന്ന ഒരു രണ്ട് വാൽവ്സ് ഉണ്ട്. സ്വെല്ലാണ് നടുക്ക് ഫിക്സ് ചെയ്തതിനു ശേഷം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സ്വെൽ മോഡിലുള്ള വാൽവ് ഉണ്ട്, മുകളിലും താഴെയുണ്ട്, വെഞ്ചൂരിക്ക് മുകളിലും താഴെ. ടോപ്പിലുള്ളതിനെ നമ്മൾ ചോക്ക് എന്ന് പറയും. അതാണ് ഇതിന്റെ എയറിന്റെ ഫ്ലോ, അകത്തേക്കുള്ള ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പം ചോക്ക് ക്ലോസ്ഡ് ആണെങ്കിൽ ലെസ് എയർ അല്ലെ, ക്ലോസ്ഡ് പൊസിഷൻ ആണെങ്കിൽ ലെസ് എയർ ആയിരിക്കും താഴേക്ക് വരുന്നത്. പിന്നെ ഏറ്റവും താഴെയുള്ള എന്താണ്, താഴെയുള്ളതിനെ നമ്മൾ ത്രോട്ടിൽ വാൽവ് എന്ന് പറയും. ഓക്കെ, ത്രോട്ടിൽ വാൽവ് എന്ന് പറയും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കൂടുതൽ എയർ വരുന്നു കാർബറേറ്ററിലേക്ക്, അങ്ങനെ കൂടുതൽ ഫ്യൂവൽ നമ്മൾ വലിച്ചെടുക്കുന്നു, ഫ്യൂവൽ എയർ വരുന്നു. അതാണ് നമ്മൾ ത്രോട്ടിലിങ് ചെയ്യുക എന്ന് പറയുക, ആക്സിലേറ്റർ ചെയ്യുക അല്ലെ. ത്രോട്ടിൽ മേക്സ് എ കാർ ആക്സിലറേറ്റ് അല്ലെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ്ട് ഈ ഒരു ചേംബർ ഉണ്ട്, ഫ്ലോട്ട് അതിന്റെ പൊസിഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ബേസിക്കലായിട്ട് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത് സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എയർ ഫ്ലോസ് ഇൻ ടു ദ ടോപ്പ് ഓഫ് ദി കാർബറേറ്റർ ഫ്രം ദി കാറിന്റെ എയർ ഇൻടേക്കിൽ നിന്നും എയർ എന്ത് ചെയ്യുന്നു, ഇതുവഴി കടക്കുന്നു. ഇവിടെ ഒരു എയർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ എയറിലുള്ള എന്തെങ്കിലും ഡെബ്രിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്യുന്നു. അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ചോക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻ ബി സെറ്റ് സോ ഇറ്റ് ആൾമോസ്റ്റ് ബ്ലോക്സ് ദി ടോപ്പ് ഓഫ് ദി പൈപ്പ് ടു റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് എയർ. ഓൾമോസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കില്ല ഇരിക്കുന്ന ആദ്യത്തെ പൊസിഷൻ, ക്ലോസ്ഡ് ആയിരിക്കും.
സോ ഇറ്റ് റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് എയർ കമ്മിങ് ഇൻ. അപ്പോൾ അകത്തേക്ക് വരുന്നതിന് അതിൻ്റെ എയറിന് ഒരു കൺട്രോൾ കൊടുക്കും. ഈ സെൻറ്റർ ഓഫ് ദി ട്യൂബിൽ നമ്മൾ വെഞ്ചൂരി എന്ന് പറഞ്ഞു അല്ലേ. അപ്പം വെഞ്ചൂരി, അപ്പം എയർ വന്നുകൊണ്ടിരിക്കുന്നു വെച്ചു, എയർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെഞ്ചൂരി എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു നാരോ ആണ് അല്ല. അപ്പം നാരോ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രഷർ ഡ്രോപ്പ് ആവുകയും അവിടെ ഇതിൻ്റെ എയറിൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ. ഒരു വെഞ്ചൂരിയിലേക്ക് എയർ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? പ്രഷർ ഡ്രോപ്പ് ആവുന്നു, അതിൻ്റെ സ്പീഡ് കൂടുന്നു. അപ്പോൾ എയർ ഡ്രോപ്പ് അവിടെ എയർ അല്ലെങ്കിൽ എയർ പ്രഷർ അവിടെ ഒരു ഡ്രോപ്പ് വരെയാണ്, കുറയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരിടത്ത് എയർ പ്രഷർ ഡ്രോപ്പ് ആകുമ്പോൾ അവിടെ സക്ഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ. സക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ പൊസിഷൻ നമ്മളിവിടെ എന്തുണ്ട്? ഫ്യൂവലിൻ്റെ ഇൻലെറ്റ് ഉണ്ട് അല്ലേ, ഈ ജെറ്റ്. അപ്പം സക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടെ എന്ത് വരുന്നു? ഫ്യൂവൽ അകത്തേക്ക് വരുന്നു. ഓക്കെ. ഈ ത്രോട്ടിൽ അപ്പോൾ കറക്റ്റ് മിക്സർ ആവുന്നുണ്ട്. ത്രോട്ടിൽ എന്ന് പറയുന്നത് ഇതാണ്, ത്രോട്ടിൽ വാൽവ്. അതെന്ത് ചെയ്യുന്നു? ഓപ്പൺ ക്ലോസ് ആവാം. ത്രോട്ടിൽ ഓപ്പൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? മോർ എയർ ഫ്യൂവൽ അല്ലെ, എയർ ഫ്യൂവൽ, മോർ എയർ ഫ്യൂവൽ ഫ്ലോസ് ടു ദി സിലിണ്ടർ, സോ ദ എൻജിൻ പ്രൊഡ്യൂസസ് മോർ പവർ ആൻഡ് കാർ ഗോസ് ഫാസ്റ്റർ. ഓക്കെ. അപ്പം അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കാർബറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി ഫ്യൂവൽ എങ്ങനെയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഫ്യൂവൽ ഈസ് സപ്ലൈഡ് ഫ്രം എ മിനി ഫ്യൂവൽ ടാങ്ക് കോൾഡ് ദി എന്താണ് ഫ്ലോട്ട് ചേംബർ, അല്ലെങ്കിൽ ഇതിനെ ഫ്ലോട്ട് ഫീഡ് ചേംബർ എന്നും പറയാറുണ്ട്. ആസ് ദ ഫ്യൂവൽ ലെവൽ ഫാൾസ് അല്ലെ, നമുക്ക് കുറച്ച് ഫ്യൂവൽ എടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്യൂവൽ ലെവൽ താഴും. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലോട്ട് എന്ത് ചെയ്യും? ഫ്ലോട്ടും താഴോട്ട് വരും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലോട്ട് വാൽവ് തുറക്കും. വാൽവ് തുറക്കുമ്പോൾ വീണ്ടും ഫ്യൂവൽ നിറയുന്നു. ഫ്യൂവൽ നിറഞ്ഞ് ആവശ്യത്തിലോട് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലോട്ട് മുകളിലേക്ക് പൊങ്ങുന്നു. ഫ്ലോട്ട് മുകളിലേക്ക് പൊങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫ്ലോട്ട് വാൽവ് ക്ലോസ് ആവും. അപ്പോൾ ഈ ഒരു എന്താണ് വർക്കിംഗ് ആണ്. ഇതിന് വളരെ സിമ്പിൾ വർക്കിംഗ് ആണ്. അപ്പോൾ എയർ ക്ലീനറിൽ കൂടെ അല്ലെങ്കിൽ ഫിൽറ്ററിൽ കൂടെ വരുന്നു. അപ്പോൾ ഈ ചോക്ക് വാൽവ് ആണ് എയർ വാൽവ് അല്ലെങ്കിൽ ചോക്ക് വാൽവ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്? എയറിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ വെഞ്ചൂരിയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എയർ സ്പീഡപ്പ് ആവുകയും ചെയ്യുന്നു. അതിന്റെ പ്രഷർ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ആവുന്നു. ആസ് എ പ്രഷർ ഡ്രോപ്പ് ഹാപ്പൻസ് സക്ഷൻ വിൽ ഹാപ്പൻസ് അല്ലെ. സക്ഷൻ സംഭവിക്കുമ്പോൾ ഫ്യൂവലിന് ഇവിടെ നിന്ന് സക്ക് ചെയ്ത് എടുക്കുന്നു. ഓക്കെ. ഇനി ഇതിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിപ്പം എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിട്ടുണ്ട്. ത്രോട്ടിൽ കൂടുതൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ എയർ ഫ്യൂവൽ ഉണ്ടായി അതെങ്ങനെ എങ്ങോട്ടേക്ക് പോകുന്നു? എൻജിനിലേക്ക് പോകുന്നു. ഇതാണ് ബേസിക്കലി ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക് കാർബറേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് പഠിക്കേണ്ട ഈ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് വർക്കിംഗ് മനസ്സിലാക്കിയിരിക്കുക. ഇതിന്റെ എന്താണ് ഓരോ പാർട്സുകൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ടൈപ്സ് നോക്കുകയാണെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലോട്ട് ചേംബർ. ഫ്ലോട്ട് ചേംബറിന്റെ അറേഞ്ച്മെന്റിനനുസരിച്ച് രണ്ട് ടൈപ്പാണുള്ളത്. One is eccentric type, other one is concentric type. Okay. Next, according to the direction of airflow. Airflow അനുസരിച്ചിട്ട് നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡൗൺ ഡ്രാഫ്റ്റ് എന്നും പറയാറുണ്ട്, ഡൗൺ ഡ്രോട്ട് എന്നും പറയാറുണ്ട്. DRAUGHT. ഡൗൺ ഡ്രാഫ്റ്റ്, സൈഡ് ഡ്രാഫ്റ്റ്, അപ്പ് ഡ്രാഫ്റ്റ്, സെമി ഡൗൺ ഡ്രാഫ്റ്റ്. ഓക്കെ. ഇത് എന്ന് വെച്ചാൽ എയർ ഫ്ലോ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ. താഴെന്ന് ആണെങ്കിൽ ദെൻ സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എന്ന് പറയും. ദെൻ മുകളിൽ നിന്നാണെങ്കിൽ ദെൻ സെമി ഡൗൺ ഡ്രാഫ്റ്റ്. ഇങ്ങനെ പല ടൈപ്പിലുള്ള എന്തുണ്ട്? കാർബറേറ്റർ ഉണ്ട്. അത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് എയർ ഫ്ലോ. ദെൻ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഇപ്പൊ സിംഗിൾ കാർബറേറ്റർ ആണോ, ഡുവൽ കാർബറേറ്റർ ആണോ, 4 ബാരൽ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് അക്കോർഡിംഗ് ടു ദ പ്രഷർ എബോവ് ദ ഫ്യൂവൽ ഇൻ ദ ഫ്ലോട്ട് ചേംബർ. അൺബാലൻസ്ഡ് കാർബറേറ്റർ ഉണ്ട്, ബാലൻസ്ഡ് കാർബറേറ്റർ ഉണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് മീറ്ററിംഗ് സിസ്റ്റം. മീറ്ററിംഗ് സിസ്റ്റം എന്ന് പറയാൻ ഇത് നമ്മൾ ഇതിന്റെ എന്താണ് ഫ്യൂവലിന്റെ കറക്റ്റ് ഒരു മീറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അതിന്റെ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ നോക്കാം. ഇത് മീറ്ററിംഗ് സിസ്റ്റം എന്ന് പറയും. അത് എയർ ബ്ലീഡ് ജെറ്റ് എന്നും ഉണ്ട്,
മീറ്ററിംഗ് റോഡ് ടൈപ്പും ഉണ്ട്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മീറ്ററിംഗ് സിസ്റ്റത്തിനനുസരിച്ച് 2 ടൈപ്പ് കാർബറേറ്റർ ഉണ്ട്, എയർ ബ്ലീഡ് ജെറ്റും മീറ്ററിംഗ് റോഡ് ടൈപ്പും. ദെൻ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് പവർ സിസ്റ്റം, manually operated, then vacuum operated. Then according to the method of varying the mixture strength, it is divided into constant choke carburetor, constant vacuum carburetor. Then last one, according to the types of venturi, plain venturi, double venturi, vein venturi, nozzle bar venturi, triple venturi. അപ്പോൾ നമ്മൾ ആ കാണുന്ന വെഞ്ചൂരിക്ക് അനുസരിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ടൈപ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ്. ആ പേരുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഇതിൽ മെയിനായിട്ട് ഒന്ന് നോക്കി വയ്ക്കേണ്ട ടൈപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇത് രണ്ടെണ്ണം നോക്കാം. എക്സെൻട്രിക്കും കോൺസെൻട്രിക്കും ഉണ്ട്. എക്സെൻട്രിക് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫ്ലോട്ട് ചേമ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഫ്യൂൽ ഇരിക്കുന്ന ഫ്ലോട്ട് ചേമ്പർ, അത് ഈ നമ്മുടെ കാർബറേറ്ററിന്റെ സൈഡിൽ പ്ലേസ് ചെയ്തേക്കണമെങ്കിൽ നമ്മൾ എക്സെൻട്രിക് എന്ന് പറയും. അപ്പം നേരത്തെ നമ്മൾ കണ്ടുപോലെ സൈഡിൽ. കോൺസെൻട്രിക് എന്ന് പറയുന്നത് ഈ കാർബറേറ്ററിന് ചുറ്റും, മനസ്സിലായില്ലേ, ചുറ്റും ഇതിനെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചുറ്റും അതിനെ കവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഫ്ലോട്ട് ചേമ്പർ ഇരിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയും, കോൺസെൻട്രിക് എന്ന് പറയും. ഇനി ഡയറക്ഷൻ ഓഫ് എയർ ഫ്ലോ, ഞാൻ പറയുന്നത് ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എയർ ഫ്ലോ മുകളിൽ നിന്നാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, ഡൗൺ ഡ്രാഫ്റ്റ് എന്നോ അല്ലെങ്കിൽ ഡൗൺ ഡ്രോട്ട് എന്നോ പറയും. നമ്മൾ സാമ്പിളിൽ കണ്ടതേക്കുന്നത്. സൈഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് സൈഡിൽ കൂടെ ആയിരിക്കും എൻട്രി ചെയ്യുന്നത്, ആ വെഞ്ചൂരിയുടെ സൈഡിൽ കൂടെ എൻട്രി. ഓക്കെ. ദെൻ അപ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് താഴ്ന്ന് മുകളിലേക്കാണെങ്കിൽ അതിന് അപ് ഡ്രാഫ്റ്റ് എന്ന് പറയും. സെമി ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇൻക്ലൈൻഡ് പൊസിഷനിൽ ടോപ്പ് ടു ബോട്ടം പോകുന്നതിനെ നമ്മൾ സെമി ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് കാർബറേറ്റർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നതിൽ മെയിനായിട്ട് കാണുന്നത് ഡൗൺ ഡ്രാഫ്റ്റ്, സൈഡ് ഡ്രാഫ്റ്റ് ആൻഡ് അപ് ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ ഡൗൺ ഡ്രോട്ട് അല്ലെങ്കിൽ സൈഡ് ഡ്രോട്ട് അല്ലെങ്കിൽ അപ് ഡ്രോട്ട് ആണ് മോസ്റ്റ് നമ്മൾ സെക്ഷനിലെല്ലാം ടൈപ്സ് ഓഫ് കാർബറേറ്ററിനെ കുറിച്ച് പറയുന്നത്.